ഹായ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമുക്ക് കുറച്ച് ഓണത്തിൻ്റെ വിശേഷങ്ങളായാലോ. ഓണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി എന്നൊക്കെ അറിയാം. എന്നാലും ഇപ്പോഴാണ് എനിക്ക് ഓണത്തിൻ്റെ വീഡിയോ ഇടാനുള്ള സമയമായത്. ഓണം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. എല്ലാവരും ഓണത്തിൻ്റെ വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടാവൂലേ. ഞാൻ മാത്രമായിരിക്കും ഇത്ര ലേറ്റായിട്ട് വീഡിയോ ഇടുന്നേലേ. ഞാൻ പൂ ഇട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓണത്തിന് പൂക്കളം ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തിരുവോണത്തിൻ്റെ അന്നത്തേക്കുള്ള പൂക്കളിടാൻ വേണ്ടിയുള്ള പൂക്കൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഒരു കെട്ട് പൂവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ കളറിൽ നിന്നും കുറേശ്ശെയായിട്ട് പൂ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തലേ ദിവസം വൈകുന്നേരം കുത്തിരുന്ന് അരിഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. ഇന്ന് വൈകുന്നേരം തന്നെ നമ്മൾ പൂക്കളിട്ട് വയ്ക്കും. കാരണം സൺഡേ ആയ കാരണം നമുക്ക് നാളെ നേരം വിളിക്കുമ്പോൾ തന്നെ പള്ളിയിൽ പോകും. പിന്നെ പള്ളിയിലൊക്കെ പോയി വന്നു കഴിയുമ്പോൾ ലേറ്റ് ആവും. അത് കാരണം പിന്നെ പൂക്കളിടാൻ നേരം വരും. അത് കാരണം നമ്മൾ തലേ ദിവസം തന്നെ നമ്മൾ പൂക്കളിട്ട് വയ്ക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വേഗം അരിഞ്ഞുകൊണ്ടിരിക്കേണ്ട. പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞിട്ട് പള്ളിയിൽ ഓണാഘോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഡ്രസ്സൊന്നും മാറാൻ സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതിൽ തന്നെ വേഗം കുത്തിയിരുന്ന് ഞങ്ങൾ അരിയാണ്ട്. ഇപ്പോൾ അതേ ചെട്ടുമല്ലിയാണ് അരിയണത്, മഞ്ഞ ചെട്ടുമല്ലി. കുട്ടാപ്പിയാണെങ്കിൽ എൻ്റെ അടുത്ത് കുത്തിയിരുന്നായിട്ട് അത് ഇതെടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ അടക്കി ഒതുക്കി അവിടെ ഇരുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പിന്നെ അടങ്ങി ഒതുങ്ങി ഇരിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അവിടേക്ക് ഇവിടേക്കൊക്കെ പൂവൊക്കെ മാറിപ്പോയായിരുന്നു കേട്ടോ. അപ്പോൾ മഞ്ഞ ചെട്ടുമല്ലി കുറച്ചുണ്ട്. അതേമാതിരി തന്നെ ചുവന്ന ചെട്ടുമല്ലി ഉണ്ട്, ചുവന്നല്ല ഓറഞ്ച് ചെട്ടുമല്ലി ഉണ്ട്, പിന്നെ കുറച്ച് അരളിപ്പൂവുണ്ട്, പിന്നെ ഉണ്ടമല്ലി ഉണ്ട്. വേറെ കളറൊന്നുമില്ല കേട്ടോ, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊരു കുഞ്ഞു പൂക്കളാണ് ഇടണേ. കഴിഞ്ഞ കൊല്ലാന്ന് വെച്ചാൽ ഞങ്ങൾ വലിയ പൂക്കളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു ഓണത്തിൻ്റെ സമയത്ത്. ഈ പ്രാവശ്യം ചേട്ടനൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് വലിയ സന്തോഷമൊന്നുമില്ല. എന്നാലും നമ്മൾ കുഞ്ഞു പൂക്കൾ പിള്ളേരൊക്കെ ഉള്ളതല്ലേ, നമ്മളൊരു കുഞ്ഞു പൂക്കളിട്ട് വയ്ക്കൂട്ടാ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൂക്കൾ ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ പിടിച്ചതിൻ്റെ തുമ്പിമോളാണ് കേട്ടോ. തുമ്പിമോൾ വീഡിയോ പിടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിന്നിരിക്കും കേട്ടോ. ആൾക്കറിയില്ലല്ലോ, കുഞ്ഞു വെച്ചല്ലേ. അപ്പോൾ ഞാൻ വെറുതെ വീഡിയോ വെറുതെ ഓണാക്കി കയ്യിൽ കൊടുത്തേക്കാണ് കേട്ടോ. ഫോൺ അടച്ച് പിടിച്ചേക്കാണ്. അങ്ങനെയാണ് വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ ഇനി 2-3 എണ്ണം കൂടി ഉള്ളൂ കേട്ടോ മഞ്ഞ ചുറ്റുമല്ലി അരിയാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ചേ വാങ്ങിയുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലുള്ള പൂവും കുറച്ച് വിലയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് ചുറ്റുമല്ലിയും അതേമാതിരി തന്നെ ബാക്കിയുള്ള പൂക്കളും കുറച്ച് ഒരു കിറ്റ വാങ്ങിയ കേട്ടോ. കുറച്ചുണ്ടായിരുന്നുള്ളൂ അതിൽ. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ പൂക്കളിടാൻ പോണത്. എല്ലാവരും പൂക്കളൊക്കെ ഇട്ട് നല്ലതായിട്ട് ഓണം ആഘോഷിച്ചില്ല. എൻ്റെ ഓണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആയ കാരണം ഓണത്തിൻ്റെ വിശേഷങ്ങൾ അതിൻ്റെ കൂടെ കിടക്കട്ടെ അല്ലേ. ഇപ്പോൾ സമയം ഒരു 10-10:30 കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ഇനി കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഇട്ട് കഴിയേണ്ട വരെ കുട്ടാപ്പിയും തുമ്പി ഇങ്ങനെ ഉറങ്ങാണ്ട് കുത്തിയിരിക്കും കേട്ടോ. ഞാൻ എപ്പോഴാണോ കിടക്കണേ അപ്പോഴേ അവരും കൂടെ കിടക്കുള്ളൂ കേട്ടോ. അത്രയും നേരം ഇങ്ങനെ എൻ്റെ പിന്നാലെ ഇങ്ങനെ കിടന്ന് നടക്കും കേട്ടോ. ഇപ്പം നമ്മുടെ പൂക്കളൊക്കെ ഏകദേശം വെട്ടി തീരാറായിട്ടായി. ഇനി നമുക്ക് പൂക്കളിടാനുള്ള ഇത് വരച്ച് വെച്ചിട്ട് വേണം പൂക്കളിടാൻ വേണ്ടിയിട്ട്. നമ്മൾ പൂക്കളിടാനുള്ള എക്സ്പേർട്ടോ വരയ്ക്കാനുള്ള എക്സ്പേർട്ടും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. എന്നാലും നമ്മൾ ഏകദേശം ഫോണിലൊക്കെ ഒരു ഇത് കണ്ടു വെച്ചിട്ടുണ്ട്. അതേമാതിരി വരച്ച് വരുമ്പോൾ അങ്ങനെ ആവണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷേ വരച്ച് വരുമ്പോൾ അങ്ങനെ ആവുമെന്നൊന്നും അറിയൊന്നുമില്ല. എന്നാലും ഞാനൊരു കണക്കിന് ഏകദേശം വരച്ച് വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഒരു 5 കളർ പൂക്കൾ. ഇനി ബാക്കിയുള്ളത് നമ്മൾ ഇലയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. ഇതിപ്പോൾ അങ്ങനെ വരച്ചതിൻ്റെ ഉള്ളിൽ ഞാൻ പൂക്കളിടാൻ കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച ഒരു ഡിസൈനാണത്. പക്ഷെ വരച്ച് വന്നപ്പോൾ എവിടെയൊക്കെയോ തെറ്റി വന്നു എന്ന് എനിക്ക് തോന്നലുണ്ട്. ഇനി ഫുള്ളായിട്ട് ഇട്ട് വരുമ്പോൾ അറിയാം കേട്ടോ എങ്ങനെയാവും എന്നുള്ളത്. അപ്പോൾ ഇനി കുറേ ഇലകളൊക്കെ പറിച്ചുകൊണ്ട് വരാനുണ്ട് കേട്ടോ. ഇലകളൊക്കെ ഇടണം കേട്ടോ നമുക്ക്. എന്നാലാണ് ഇത് സെറ്റ് ആവുള്ളൂ, ആവശ്യത്തിനുള്ളത് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പൂക്കളിട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എൻ്റെ ചുറ്റും വന്ന് ഇരിക്കുന്നുണ്ട്. അമ്മയൊക്കെ ഇരിക്കുന്നുണ്ട് എൻ്റെ ചുറ്റും വന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പൂക്കളിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ നമ്മുടെ പൂക്കളത്തിൻ്റെ പണി ഏകദേശം കഴിയാറായിട്ട്. ഇനി കുറച്ച് ഇലകളും കൂടി വെട്ടി വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് വേണം അതും കൂടി ഇട്ട് കഴിഞ്ഞാലാണ് നമ്മുടെ പൂക്കൾ സെറ്റ് ആവാട്ടോ. ഞാൻ വിചാരിച്ച മോഡലാവുമെന്ന് നമുക്ക് ഇട്ട് കഴിയുമ്പോൾ അറിയണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് വേഗം കിടന്ന് ഉറങ്ങിയിട്ട് വേണം നാളെ രാവിലെ നേരത്തെ എണീറ്റ് പള്ളിയിൽ പോകാൻ കേട്ടോ. ഇതാണ് ഞങ്ങളുടെ അവസാനത്തെ പൂക്കളത്തിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം അത്ര ആയില്ല, എന്നാലും കുഴപ്പമില്ല. ഇനി ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ പോകേണ്ടതാണ്. നേരത്തെ എണീക്കണേ. അപ്പോൾ തുമ്പിക്കും പട്ടുപാവാടിയും ബ്ലൗസും കുട്ടാപ്പിക്കും മുണ്ട് ഷർട്ടാണ് എടുത്തേക്കണത്. ഈ കൊല്ലത്തെ ഓണത്തിന് പുതിയതായിട്ട് എൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ. എൻ്റെ ഡ്രസ്സ് ഒരു ചുരിദാർ ഞാൻ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പൂക്കളത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ നിർത്തി അവരൊക്കെ ഫോട്ടോ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ലുക്ക്. തുമ്പിയുടെ പട്ടുപാവാടിയൊക്കെ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്തോളാം കേട്ടോ. അപ്പോൾ ഞാൻ പൂക്കളത്തിൻ്റെ ഫ്രണ്ടിൽ ഫോട്ടോ ഒക്കെ എടുത്ത് എൻ്റെ പള്ളിയിൽ പോയി വന്നു. അതിൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ മത്തങ്ങയും പയറും ഉണ്ട്. അതേമാതിരി തന്നെ സാമ്പാർ, ഇഞ്ചിമ്പുളി, അച്ചാർ, പപ്പടം, പഴം, പായസം ഒക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് 2 തരം പായസം ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് അടപ്രഥമനും അടിയല്ല പാലടിയും പിന്നെ ഗോതമ്പ് പായസം ഉണ്ടായിരുന്നു കേട്ടോ. അധികം കറികളൊന്നും ഉണ്ടാക്കിയിട്ട് ഞാൻ വൈകിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകും. പിന്നെ അപ്പച്ചനും അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ. അപ്പോൾ അത് അധികം കറികളൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ നന്നായി കഴിച്ചു വിട്ട് നല്ല ബേഷായിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുട്ടാപ്പി എൻ്റെ മടിയിലിരുന്നിട്ട് അവിടെ ഫുഡ് കഴിക്കണം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കുത്തിയിരുന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല സൂപ്പറായിരുന്നു കേട്ടോ ഫുഡൊക്കെ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല,
അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇനി ഒന്ന് സുഖമായിട്ട് കിടന്നുറങ്ങണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് വൈകിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാ. അത്രയും നേരം എൻ്റെ കൂടെ കുത്തിയിരുന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വേപ്പം പോയി കഴിയുമ്പോൾ വീണ്ടും മേലെ കയറി കുത്തിയിരുന്നുണ്ട്. ഞങ്ങളുടെ സ്ഥാനം എപ്പോഴും മേലെയാണ് കേട്ടോ. മേലെ കുത്തിരുന്നാണ് ഫുഡ് കഴിക്കുക. അത് കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടാ. എൻ്റെ വീട്ടിലേക്കല്ല, ആദ്യം ഞാൻ അമ്മയുടെ വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി കേട്ടോ. അവിടുത്തെ മേമ്മമാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേരാണെങ്കിൽ നല്ല കളി. ഇതുണ്ട് ഞങ്ങളുടെ അമ്മാമ്മ. അപ്പോൾ അത് പിള്ളേരൊക്കെ ഭയങ്കര കളിയിലാണ്. അതിൻ്റെ ഇടയിൽ അമ്മാമ്മ റംബൂട്ടാൻ തന്നു. റംബൂട്ടാനൊക്കെ എല്ലാവരും കുത്തിന്ന് റംബൂട്ടാനൊക്കെ കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് വൈകുന്നേരം ആയപ്പോഴാണ് കേട്ടോ. ഇതന്നെ എൻ്റെ അമ്മ. അപ്പോൾ അതെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വൈകുന്നേരം എൻ്റെ വീട്ടിലേക്ക് പോയിട്ടാ. ഇതാണ് ഞാൻ കപ്പങ്ങത്തിന് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. തലയൊന്നും ഇല്ലാത്ത കപ്പക്കായ മരം. ഇതും ഒരു ഇല പോലും ഇല്ല കേട്ടോ. എന്നിട്ട് ഇത് എത്ര കപ്പക്കായ ഉണ്ടായി നിൽക്കണേന്ന് വേണ്ട. ആ വീഡിയോ കാണാത്തവരൊന്ന് പോയി കണ്ടേക്കണേ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം കേട്ടോ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഒക്കെ ചെയ്യണം കേട്ടോ. എല്ലാവരും നല്ല കളിയിൽ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. ഓണം കഴിഞ്ഞു വന്നാലും വീണ്ടും ഞാനൊരു ഓണാശംസയും കൊണ്ട് നേരെയാണ് കേട്ടോ.